സ്പോർട്സിൽ വമ്പൻ ഓൺലൈൻ തട്ടിപ്പിന് വിധേയരായ സംസ്ഥാനത്തെ നിരവധി യുവാക്കൾ 1000-ഓളം രൂപ മുതൽ മുടക്കിൽ സജീവമാക്കുന്ന അക്കൗണ്ടുകൾ ഇവർ അറിയാതെ മറ്റു ചില പേരുകളിലേക്ക് മാറ്റപ്പെടുന്നുവെന്നാണ് പരാതി. ആഗോളതലത്തിലുള്ള ഇ സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് പ്രത്യേക അക്കൗണ്ടുകൾ എടുക്കുന്നത്. ഇ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കാൻ ഓരോ വ്യക്തികൾക്കും 4000 മുതൽ 5000 രൂപ വരെ ചെലവ് വരും. ഇത്തരം അക്കൗണ്ടുകളാണ് ഹാക്ക് ചെയ്യപ്പെടുന്നതെന്ന് വിവിധ ജില്ലകളിലെ ഇ സ്പോർട്സ് മെമ്പർമാർ പറയുന്നു. വാട്സപ്പുമായി ഒരു അപരിചിതനുമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു നല്ല ഈ ഫുട്ബോൾ അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ ഇമെയിൽ കൊടുത്തു. പിന്നീട് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറാനും കഴിയുന്നില്ല. എൻ്റെ ആ അക്കൗണ്ടിന് 2000 വാല്യൂ വരും എന്തായാലും. അപ്പോൾ നമുക്കൊരു 10,000-6,000 രൂപയോളം നമുക്ക് അതിന് മേലോട്ട് വാല്യൂ ഉള്ള അക്കൗണ്ടുകളുണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ 5 രൂപയ്ക്ക് സംതിങ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടായിരുന്നു, നല്ല അക്കൗണ്ടായിരുന്നു. അപ്പൊ ഇവര് നമുക്ക് ഈ കളിക്കുന്നതിനായിട്ടൊരു ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പില്. അപ്പൊ ഇതിലാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് വന്നിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് പുള്ളി എക്സ്ചേഞ്ച് വേണമെന്ന് ചോദിച്ചു വരുമായിരുന്നു വാട്സാപ്പില്. അപ്പൊ നമ്മൾ നല്ല അക്കൗണ്ട് ആയതുകൊണ്ട് എക്സ്ചേഞ്ചിനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പുള്ളിയോട് അങ്ങോട്ട് പറഞ്ഞു. അപ്പോ പുള്ളി നമ്മുടെ ഇമെയിലും പാസ്വേഡ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഇമെയിൽ മേടിച്ചിട്ട് പുള്ളി അക്കൗണ്ട് ഹാക്ക് ചെയ്ത് എടുത്തു. ഇന്നിപ്പോ നമുക്കിപ്പോ അക്കൗണ്ടിൽ കയറാൻ പറ്റില്ല. നമ്മളിപ്പോ കയറി നോക്കുമ്പോൾ പുള്ളിയുടെ ആണ് കാണിക്കുന്നത്. ആഗോളതലത്തിൽ ഇ സ്പോർട്സ് നടത്തുന്ന സ്വകാര്യ കമ്പനിയെ ഇക്കാര്യം അറിയിച്ചിട്ടും ഒരു മറുപടിയും ലഭിക്കുന്നില്ല. ഇതുമൂലം തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സ്വന്തം അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടവർ. എന്നാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ശബ്ദ സന്ദേശം വരെ അക്കൗണ്ട് മോഷ്ടാവ് ഇവർക്ക് കൈമാറുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ള സൈബർ സെല്ല് ഈ ഗെയിമിൻ്റെ ഒന്നും ആകാൻ പോണില്ല. അത് വല്ല അറിയാൻ ഇതൊക്കെ ഞാൻ കുറെ ചെയ്തിട്ടുമുണ്ട്. ഈ സൈബർ സെല്ലിന് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഒന്നും ആകില്ല. അവരിങ്ങോട്ട് പറയും നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടാകുന്ന ഗെയിമിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ ഇതിൽ കേസൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോകും. നീ മണ്ടനാണ്. നീ ഇമെയിലും പാസ്വേഡും നമ്മൾ ഒറിജിനലായിട്ട് എടുത്തതിനെ പറയാം അവൻ സ്കാം ചെയ്ത്. ഇത് ഒരു ഗെയിമിൻ്റെ അക്കൗണ്ടാണ്. കൂടിപ്പോയിക്കാൻ ആ കൊണാമിലേക്ക് റിപ്പോർട്ട് അടിക്കാൻ പറ്റും. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കും, അങ്ങനെ സമ്മതിക്കാം. പിന്നെ ഇത്രയും നാളെ എനിക്കറിയാൻ പാടില്ലല്ലോ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതാണ് ഞാൻ. അങ്ങനെ വിവിധ തരം സൈബർ തട്ടിപ്പിന്റെ ട്രാക്കിലേക്ക് ഓടിക്കയറുകയാണ് ഇ സ്പോർട്സും. ജനം, തിരുവനന്തപുരം.